അനീഷ് ഗിരിയും സാക്ഷാൽ മാഗ്നസ് കാൾസണും ഈ ഇടയ്ക്ക് ഒരു ചെസ് ടൂർണമെന്റിൽ ഏറ്റുമുട്ടി. ടെക് മഹീന്ദ്ര ചെസ് ലീഗിലാണ് ഇരുവരും മാറ്റുരയ്ക്കുന്നത്. ഇവിടെ വൈറ്റ് കളിക്കുന്ന അനീഷ് ഗിരിയും ബ്ലാക്ക് കളിക്കുന്നത് മാഗ്നസ് കാൾസണുമാണ്. അനീഷ് തുടങ്ങുന്നത് D4 വെച്ചിട്ടാണ്. കാൾസൺ നൈറ്റ് F6 കളിക്കുന്നു. C4 കളിക്കുന്നു. ഇവിടെ അനീഷ് ഗിരി E6 കളിക്കുന്നു. അപ്പോൾ ഇത് ഇന്ത്യൻ ഗെയിമാണ്. ഇതിന്റെ ഈസ്റ്റ് ഇന്ത്യൻ ഡിഫൻസ് ആണ്. നൈറ്റ് F3 D5 കളിക്കുന്നു. G3 പോകുന്നു ഇവിടെ അനീഷ് ഗിരി. അപ്പോൾ ഇത് ക്വീൻസ് ഗാംബിറ്റ് ഡിക്ലൈനിലെ കാറ്റലൻ ഓപ്പണിംഗ് ആണ്. ബിഷപ്പ് E7 കളിച്ച് ഇവിടെ കാസ്ലിയാൻ ഇവിടെ കാൾസൺ തയ്യാറെടുക്കുന്നു. ബിഷപ്പ് G2 കളിക്കുന്നു ഇവിടെ അനീഷ്. കാൾസൺ കാസിൽ ചെയ്യുന്നു. അനീഷും കാസിൽ ചെയ്യുന്നു. C6 കളിക്കുന്നു. അപ്പോൾ ഇത് കാറ്റലൻ ഓപ്പണിങ്ങിന്റെ ഒരു ക്ലോസ്ഡ് വേരിയേഷൻ ആണ്. ഇവിടെ സെന്റർ മാക്സിമം ഇവിടെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ ബ്ലാക്ക് കളിക്കുന്ന ഇവിടെ കാൾസൺ. ക്വീനിനെ C2ലേക്ക് കളിക്കുന്നു. പോൺ B6 കളിച്ചിട്ട് ഈ ബിഷപ്പിനെ ആക്ടിവേറ്റ് ചെയ്യാനാണ് ഇവിടെ കാൾസന്റെ ശ്രമം. ബിഷപ്പ് F4 കളിക്കുന്നു. ബിഷപ്പിനെ A6ലേക്ക് കളിച്ചിട്ട് ഇപ്പോൾ C4 പോണിലേക്ക് ഡബിൾ അറ്റാക്ക് ആണ്. അതുകൊണ്ട് പോൺ വെച്ച് പോണിനെ വെട്ടുന്നു. കാൾസൺ നൈറ്റ് വെച്ച് പോണിനെ വെട്ടി ഈ ഒരു ബിഷപ്പിലേക്ക് അറ്റാക്ക് നടക്കണം. അപ്പോൾ ഈ ബിഷപ്പിനെ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ പോൺ സ്ട്രക്ചർ വീക്കൻ ആവൂലേ എന്നൊക്കെ വേണമെങ്കിൽ അനീഷിനെ ചിന്തിക്കാം. പക്ഷെ ഇവിടെ കുഴപ്പമൊന്നുമില്ല. നൈറ്റ് C3 ആക്യുറേറ്റ് ആയിട്ടുള്ള മൂവ് തന്നെയാണ് ഇവിടെ അനീഷ് കളിക്കുന്നത്. എന്തായാലും കാൾസൺ നൈറ്റ് വെച്ച് ബിഷപ്പിനെ വെട്ടുന്നു. പോൺ വെച്ച് തിരികെ വെട്ടുന്നു. പക്ഷെ ഇത് അത്ര കുഴപ്പമില്ല വൈറ്റിന്. കാരണം ഈ ഒരു സ്ക്വയർ ഇപ്പൊ നല്ല രീതിയിൽ ഇവിടെ വൈറ്റിന്റെ പരിധിയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. കാൾസൺ മറ്റേ നൈറ്റിനെ കൂടെ പുറത്തിറക്കുന്നു. നൈറ്റിനെ D7 കളിക്കുന്നു. അപ്പൊ റൂക്ക് ഇവിടെ നല്ലൊരു ഫയലിലേക്ക് കൊണ്ടുവരികയാണ് ഇവിടെ അനീഷ്. ഇവിടെ ക്യൂനുമായിട്ട് ലൈനപ്പ് ആയിട്ട് വരികയാണ്. റൂക്ക് C8 കൊണ്ടുവരുന്നു. തക്കമായ അവസരത്തിൽ C5 പുഷൊക്കെയാണ് ഇവിടെ ബ്ലാക്കിന്റെ പ്ലാൻ. റൂക്ക് C1 കളിക്കുന്നു. ക്വീനിനെ ഈ ഒരു റൂക്കിന്റെ ഈ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഫയലിൽ നിന്ന് മാറ്റുവാണ് ഇവിടെ കാൾസൺ. E3 കളിക്കുന്നു. ക്യൂനിനെ B8 കളിക്കുന്നു. A3 കളിച്ചിട്ട് ഈ ഒരു ബിഷപ്പിന്റെ ഇതുപോലുള്ള ഈ സ്ക്വയർ എല്ലാം കൺട്രോൾ ചെയ്യാനും D4 കളിച്ചിട്ട് കൂടുതൽ സ്പേസ് കൊണ്ടുവരാനാണ് ഇവിടെ അനീഷ് ഗിരിയുടെ പ്ലാൻ. കാൾസൺ എന്തായാലും ബിഷപ്പിനെ B7 കളിക്കുന്നു. ഈ ബിഷപ്പിന് ഇവിടെ വലിയ റോളൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ വന്നിട്ട് തക്കമായ അവസരത്തിൽ C5 കളിച്ചിട്ട് ഈ ബിഷപ്പിനെ ആക്ടിവേറ്റ് ചെയ്യാം. ഇതാണ് കാൾസന്റെ ഐഡിയ. അനീഷ് ഗിരി B4 കളിച്ചിട്ട് സ്പേസ് മാക്സിമം ഇവിടെ ഗ്രാബ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ് കാൾസൺ കളിക്കുന്നത്? കാൾസൺ C5 ഒക്കെ പുഷ് ചെയ്യുന്നതിന് പകരം എല്ലാ പീസുകളും ആദ്യം തന്നെ കോർഡിനേറ്റ് ചെയ്ത് കളിയിലേക്ക് കൊണ്ടുവരികയാണ് കാൾസൺ. കാൾസന്റെ ടിപ്പിക്കൽ സ്റ്റൈലാണിത്. എല്ലാ പീസുകളും ഇപ്പം ആക്റ്റീവായിട്ട് കൊണ്ടുവരണം. ഇപ്പം എല്ലാ പീസുകൾക്കും എന്തെങ്കിലും പണി ചെയ്യാനുണ്ട് ഇവിടെ. ക്യൂവിനെ B3 കളിക്കുന്നു. ഇവിടെ കാൾസന്റെ മാജിക് തുടങ്ങുവാണ്. C5 കളിച്ചിട്ട് ഈ ഒരു സെൻട്രൽ സ്ക്വയറുകളിലേക്ക് ഈ ഒരു D4 എന്നുള്ള പവർഫുൾ ആയുള്ള സ്ക്വയറിലേക്ക് അറ്റാക്ക് ചെയ്യണം. ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു റൂക്കും ഈ ഒരു നൈറ്റും ഒക്കെ ആക്ടിവേറ്റ് ആവാനുള്ള നല്ല അവസരം കൂടെയാണ്. ഒരു എക്സ്ചേഞ്ചിന് ശേഷം C5 ആരിലേക്ക് വരും എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഗെയിമിൽ എന്ത് സംഭവിക്കുന്നു നോക്കാം. പോൺ വെച്ച് വെട്ടുന്നു. പോൺ വെച്ച് തിരികെ വെട്ടുന്നു. ഇവിടെ പോൺ വെച്ച് തിരികെ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നൈറ്റിനൊക്കെ നല്ല രീതിയിൽ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് റൂക്ക് B1 കളിക്കുന്നത് ഇവിടെ അനീഷ്. അപ്പോൾ റൂക്കും ക്യൂനും കൂടെ ചേർന്നിട്ട് ഈ ബിഷപ്പിലേക്ക് അറ്റാക്കാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു ഇവിടെ കാൾസൺ ബിഷപ്പ് വെച്ചിട്ട് ആ നൈറ്റിനെ അങ്ങ് വെട്ടിയെടുക്കുകയാണ്. ഈ ബിഷപ്പിലേക്ക് അറ്റാക്കാണ്. ക്യൂൻ വെച്ച് ക്യൂവിനെ എടുത്തു കഴിഞ്ഞാൽ വെറുതെ ഇവിടെ നൈറ്റൊക്കെ വിടുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ബിഷപ്പ് വെച്ചെടുക്കുന്നു. പോൺ വെച്ച് തിരികെ വെട്ടുന്നു. അപ്പോൾ ഈ പൊസിഷൻ ഭയങ്കര ട്രിക്കി ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. അപ്പോൾ ഇവിടെ പല രീതിയിൽ മുന്നോട്ട് പോവാം. ഏറ്റവും ബെസ്റ്റ് രീതി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ക്യൂന് എക്സ്ചേഞ്ച് നടത്തുകയാണ്. ക്വീൻ ഇൻറ്റു B8 കളിക്കുകയാണ് ഇവിടുത്തെ അനീഷിന്റെ ബെസ്റ്റ് കണ്ടിന്യൂഷൻ. അപ്പോൾ അതിനുശേഷം റൂക്ക് ഇൻറ്റു B8 അതിനൊക്കെ ശേഷം കളി മുന്നോട്ട് പോകാവുന്നതാണ്. ഈ പൊസിഷനിൽ റൂക്ക് ഇൻറ്റു D4 ഒക്കെ കളിച്ച് മോറോലെസ് ഒരു ഡ്രോയിഷ് പൊസിഷനാണിത്. പക്ഷേ ഈ ഒരു കളിയിൽ ഈ ഒരു മൂവിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? റൂക്ക് ഇൻറ്റു D4 ഇത് അനീഷ് കളിച്ച ഒരു ഭയങ്കര മണ്ടത്തരമാണ്, ഒരു ഭയങ്കര ബ്ലണ്ടറാണ്. പ്രത്യേകിച്ച് കാൾസൺ ഇങ്ങനത്തെ അവസരങ്ങളോ ഇതുപോലത്തെ ടാക്ടിക്സ് ഒന്നും വിട്ടുകളയില്ല. വീഡിയോ പോസ്റ്റ് ചെയ്ത് നമുക്ക് ചിന്തിക്കാം കാൾസന്റെ സൈഡിൽ നിന്നുള്ള വിന്നിങ് മൂവ്. കാൾസൺ പെട്ടെന്ന് തന്നെ അങ്ങനെ മൂവ് കളിക്കുകയാണ്. റൂക്ക് ടേക്ക് C3. അപ്പോൾ അറ്റാക്ക് ക്യൂനിലോട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു നൈറ്റ് ഇവിടെ വീഴുകയും ചെയ്തു. ഇതെന്താ വല്ല എക്സ്ചേഞ്ച് സാക്രിഫൈസ് ആണോ? റൂക്കിനെ വെട്ടിയെടുത്താൽ എന്ത് സംഭവിക്കും? ഈ റൂക്ക് ഇവിടെ വീഴും. ഇവിടെ ബ്ലാക്ക് ഈസിലി ജയിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ കാര്യമില്ല. അപ്പോൾ വേറെ എന്ത് ചെയ്യും? ഈ നൈറ്റ് ഇവിടെ വീഴുകയും ചെയ്തു. ഈ ക്യൂവിന് ഇവിടെ നിന്ന് മാറി ഇവിടെ തന്നെ നിൽക്കാനും പറ്റില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഈ ഒരു ക്യൂവിന് എക്സ്ചേഞ്ച് നടന്നാൽ എന്ത് സംഭവിക്കും? ഓക്കെ,
ഇപ്പോൾ ഈ ഒരു റൂക്ക് വെച്ച് ഇതിനെ എടുത്തു കഴിഞ്ഞാൽ ശരിയാണ്, എനിക്ക് ഈ നൈറ്റ് ആദ്യം കൊടുത്ത നൈറ്റ് തിരികെ കിട്ടുമല്ലോ എന്നൊക്കെ ആലോചിക്കാം. പക്ഷേ ഇവിടെ വലിയ കാര്യമൊന്നുമില്ല. ഈ ഒരു വെട്ടലിന് ശേഷവും ജസ്റ്റ് റൂക്ക് വെച്ചെടുത്തു. അപ്പോൾ ഈ പൊസിഷനിൽ ഇവിടെ കാൾസന്റെ എതിരാളിയായ അനീഷ് ഗിരി റിസൈൻ ചെയ്യുകയാണ്. വേറൊന്നും കൊണ്ടല്ല, ഇവിടെ ഒന്നും തന്നെ ചെയ്യാനില്ല. ഈ നൈറ്റിനെ എടുക്കാൻ സമയമില്ല, കാരണം ഇവിടെ വിത്ത് ചെക്കാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് ഇവിടെ അനീഷ് ഗിരി റിസൈൻ ചെയ്യുകയാണ്. വെറും തൻ്റെ 22ാമത്തെ നീക്കത്തിൽ കാൾസൻ വിജയിച്ചിരിക്കുകയാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വിന്നാണ്. അപ്പോൾ ഈ 3 ശേഷം പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ല. റൂക്കിൻ്റെ B8 കളിച്ചു കഴിഞ്ഞാൽ വെറുതെ നൈറ്റ് വെച്ച് വെട്ടും. ഒരു പീസ് തന്നെ ഇവിടെ ആയിട്ടുണ്ട്. ബാക്ക് റാങ്ക് വീക്ക്നെസ് ഒന്നും ഇല്ല. ഇപ്പോൾ ഈ സ്ക്വയറിലോട്ട് വന്നു കഴിഞ്ഞാൽ നൈറ്റ് ഉണ്ട്, ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ആ ബിഷപ്പും ഉണ്ട്. നല്ല രീതിയിലെല്ലാം കൺട്രോൾഡ് ആണ്. അപ്പോൾ ഇനി ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ കളിച്ചു കഴിഞ്ഞാലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ജസ്റ്റ് A5 കളിച്ചിട്ട് ഈ ഒരു ബിഷപ്പും നല്ല രീതിയിൽ ഇവിടെ ആക്ട് ചെയ്യും. ബാക്ക് റാങ്ക് വീക്ക്നെസ്സുകൾ ഒന്നും തന്നെ വരില്ല. നൈറ്റും കൂടെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ C6ലോട്ടൊക്കെ വരാൻ പറ്റും. കിങ്ങിനെ ഗാർഡ് ചെയ്യാൻ ഈ ഒരു ബിഷപ്പും ഉണ്ട്. അപ്പോൾ ഈ പൊസിഷൻ കംപ്ലീറ്റ്ലി ബ്ലാക്ക് വിന്നിങ് ആണ്. അപ്പോൾ എങ്ങനെയുണ്ട് കാൾസൺ കളിച്ച ഈ ഒരു കിടിലൻ ഗെയിം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണാം.